സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേരയാണ്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എന്റെ ഫേസ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ബെഡ്റൂം സീനെ ക്രിയേറ്റ് ചെയ്തേക്കും. എന്തൊക്കെയാണ് നടക്കുന്നേ? നാളെ ഒരു നോട് വീഡിയോ ഇറങ്ങിയാൽ എന്ത് ചെയ്യും? പ്രശ്നമാവും. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെയും അലിൻ ജോസ് പെരേരയുടെയും വീഡിയോ ഭയങ്കര വൈറലാണ്. ഇങ്ങനെ റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ എത്താനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താ? ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നോക്കുന്നതായിരിക്കും. നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? സൗന്ദര്യത്തിന്റെ രഹസ്യം ഫെയർ ലെവലായിരിക്കും. ഫെയർ ലെവൽ തേക്കാറുണ്ട്, എല്ലാ ദിവസവും തേക്കാറുണ്ടോ? പിന്നെ ഫോഗിന്റെ സ്പ്രേ ഉപയോഗിക്കാറുണ്ട്. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. സൗഹൃദം വരുമ്പോ നമുക്ക് സൗന്ദര്യം വർദ്ധിക്കുമല്ലോ. ഇപ്പൊ സീരിയസ്മായിട്ടുള്ള സൗഹൃദം ഉണ്ടായതുകൊണ്ട് സൗന്ദര്യം വർദ്ധിക്കും. ഒരു ഫിലിമില് ആക്ട് ചെയ്യാൻ അവസരം കിട്ടി, മെയിൻ റോളാന്ന് വെച്ചോ, ഫിലിം വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിം. അപ്പം എനിക്ക് പറ്റുന്ന കഥയാണെങ്കിൽ ചീപ്പ് ആണോ? ഭയങ്കര. ഇപ്പൊ എനിക്ക് പറ്റുന്ന ഒരു കഥ ആൾക്കാർക്ക് അറിയണമല്ലോ, കാരണം വെറുതെ ഒരുപാട് പ്രൊജക്ട്സിന്റെ കയ്യിലേക്ക് വന്നതാ. അല്ല ഹിമാലയക്കെല്ലാം രാജുവേട്ടനും ആസിഫ് അലിക്കും ആസിഫിക്കും ചെയ്യുന്ന റോള് എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. എന്നിട്ട് കുറച്ചുകൂടിയൊക്കെ ഫൈറ്റിംഗ് ലെവലിലേക്ക് വന്ന പല പടങ്ങളും വന്നാണ്. ബാഹുബലി പോലത്തെ പടങ്ങളൊക്കെ വന്നാണ് എന്ന് പറയുന്നു. അത്രയും വേണോ സാർ? വേണം. അപ്പൊ എനിക്ക് പറ്റുന്ന കഥ എന്ന് പറഞ്ഞാൽ പ്രേമലൂടെ നെസ്ലിന്റെ ക്യാരക്ടർ. ചുമ്മാ നെസ്ലിന്റെ ടൈപ്പ് കിട്ടുന്ന ഒരു കഥയില് ഉള്ള സംഭവങ്ങൾ എനിക്ക് കിട്ടി ഞാൻ ചെയ്യും. ഇയാൾക്ക് എന്താണ് വയ്യേ? അപ്പൊ ഞാൻ പൊട്ടനാ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നെസ്ലിന്റെ അടുത്തേക്ക് നല്ല നല്ല യുവത്വമുള്ള ക്യാരക്ടർ വരുമ്പോ എന്റെ അടുത്തേക്ക് ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ താന്തോന്നിനെ പോലത്തുള്ള രാജുവിന്റെ ക്യാരക്ടർ എന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവില്ലട്ടാ. നമുക്ക് ചെറിയ ലൈറ്റ് കോമഡി ആയാലും യൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നാൽ ചെയ്യാൻ പറ്റും. ആലപ്പുഴ ജിങ്കാന പോലത്തെ സാധനങ്ങളൊക്കെ. എന്റെ ദൈവമേ, ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. കായികപരമായിട്ട് വലിയ ഇതൊന്നുമില്ല, എന്നാലും ഒരു ഓട്ടോ മത്സരം അങ്ങനത്തെ രീതി വന്നാൽ അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇറങ്ങാൻ പോകുന്ന 1-2 ഷോർട്ട് ഫിലിം ഉണ്ട്. AJP-ന്റെ അതിരാത്രി. ഈ ലോകത്തിലൊരു പോക്കേ. Some other girls only want involvement. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ?